ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ജെയിൻ യൂണിവേഴ്സിറ്റീൻ്റെ റോബോ എക്സിബിഷന് പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഈ ഒരു റോബോനെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഫസ്റ്റ് കണ്ട റോബോനെയാണല്ലോ ഫസ്റ്റ് ഞങ്ങളൊന്ന് ചെയ്യുക. അപ്പം ഞങ്ങളിതിനെ തലോടുകയൊക്കെ ചെയ്തിട്ട് എല്ലായിടത്തും തലോടി. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ വേറൊരു കുട്ടികൾ കാണിക്കുന്ന കണ്ടപ്പോഴാണ് തലോടാനൊക്കെ പറ്റുന്നത് കണ്ടത്. പിന്നെ ഞങ്ങളതിനെ കുറേ നേരം അതിൻ്റെ മുന്നിലായിരുന്നു. ഞങ്ങളെല്ലാ റോബോട്ടിൻ്റെയും മുന്നിൽ കുറേ നേരം സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കുറേ നേരം അതിനെ തലോടിയതിന് ശേഷം ഞങ്ങൾ വേറൊരു റോബോൻ്റെ അടുത്തോട്ട് പോയി. ഇത് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ വെൽക്കം ചെയ്യുന്നത് ഒരു ഫോട്ടോ എടുത്തിട്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ ഡിച്ചൂട്ടൻ അതിൻ്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ അതൊരു പോസൊക്കെ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഡാൻസ് തുടങ്ങി ഗായ്സ്. പിന്നെ അത് ചെറിയൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഡാൻസ് കളിക്കുമ്പോൾ. എനിക്ക് ഈ ഒരു റോബോട്ടിന് ഇഷ്ടമായി. പിന്നെ ആണ് ഞാൻ ഒരു AI എക്സ്പീരിയൻസ് ചെയ്യാൻ പോയത്. അതായത് റോളർ കോസ്റ്ററിൻ്റെ ഒരു AI ഇതായിരുന്നു. അപ്പോൾ ഞാൻ പഞ്ചിൻ്റെയും വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് റോളർ കോസ്റ്റർ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 50 rupees ആണ് കേട്ടോ. അത് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടൈമിൽ അവിടെ റോബോ ഡോഗ് അവിടെ ഇറങ്ങി കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിത് എന്തായാലും ഇഷ്ടമായി. ഇതൊരു റോളർ കോസ്റ്റർ ആയിരുന്നു. ഫസ്റ്റ് തന്നെ അത് ചെറുതായിട്ട് പതുക്കെ പോയി. അപ്പോഴൊന്നും എനിക്ക് വലിയ കുലുക്കമില്ലായിരുന്നു. പിന്നെയാണ് ഞാൻ വീഴാനൊക്കെ പോയത്. ആ ടൈമിൽ അച്ഛനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ റോബോ ഡോഗ്. അത് അവിടുന്ന് കുറേ നേരം എല്ലാവർക്കും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. കുറേ നേരം കളിച്ചു. അന്നേരം ഡിച്ചൂട്ടൻ വന്ന് എൻ്റെ അടുത്ത് വന്ന് പറയുമായിരുന്നു, ചേച്ചി റോബോ ഡോഗ് ഇറങ്ങിയിട്ടുണ്ട്, വേഗം വാന്നൊക്കെ. അപ്പോൾ ഇതിനുള്ളിൽ കണ്ടത് പാറക്കല്ലൊക്കെ പോലുള്ള കുറേ കല്ലുകൾ വന്ന് വീഴുന്നതും. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ റോളർ കോസ്റ്റർ ഗുഹേൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഞങ്ങൾ പോകുന്നതാണ്. ഫസ്റ്റൊന്നും എനിക്ക് വലിയ കുലുക്കമില്ലായിരുന്നു. പക്ഷേ പിന്നെയാണത് ടോപ്പിൽ പോയി നിന്ന് ബാക്കോട്ട് പോയി ഒരൊറ്റ വീഴൽ വീണപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വീഴാൻ പോയി. പക്ഷെ അത് അച്ഛന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ റോബോ ഡോഗിനെ കാണാനായിട്ട് പോയി. അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ റോബോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഞങ്ങളുടെ അടുത്ത് ഒന്നും കൂടി പ്ലേ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതെല്ലാവർക്കും ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കണ്ടായിരുന്നു. എനിക്കും തന്നു. അത് കഴിഞ്ഞിട്ട് ഡിച്ചൂട്ടനും ഷേക്ക് ഹാൻഡ് കൊടുക്കണ്ടായിരുന്നു. ഞങ്ങളൊന്ന് കൈ വെച്ച് കൊടുത്താൽ മതി ആയിരുന്നു. എനിക്ക് ഞാൻ കണ്ട റോബോട്ടിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമായ റോബോട്ട് ഈ റോബോ ഡോഗാണ് കേട്ടോ. അപ്പം അതിങ്ങനെ കൈ കാണിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ഒരു കുഞ്ഞ് ബേബി ഉണ്ടായിരുന്നു. ആ ബേബിയുടെ കൈ ഇങ്ങനെ കാണിച്ചപ്പോൾ ആ റോബോ അതിന് ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല. അത് കുറേ നേരം നിന്നിട്ടും ഷേക്ക് ഹാൻഡ് കൊടുത്തില്ല. പക്ഷേ അതിനെ കൊണ്ടാവുന്നതെല്ലാം അത് കാണിക്കുന്നുണ്ടായിരുന്നു. കുനിഞ്ഞിട്ടും കാലുമടക്കിയിട്ടും അങ്ങനെ കുറേ പുഷപ്പും ഒക്കെ അങ്ങനെ കുറേ രീതിയിൽ അതിങ്ങനെ ചെയ്തു കേട്ടോ. പക്ഷെ അത് ഇളകി കളിക്കും ഒക്കെ ചെയ്തു. പക്ഷെ അത് തലോടാനും ഞങ്ങൾക്ക് പറ്റും. അതേപോലെ ഞങ്ങൾക്ക് എല്ലാ റോബോട്ടിനെയും തലോടാനായിട്ട് പറ്റും. അപ്പോൾ ഡിച്ചൂട്ടിന് വേറൊരു കൊച്ചും കൂടി അതിനെ തലോടിയൊക്കെ കളിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം ഞങ്ങൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിനെ തന്നെ ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ കുട്ടികൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് എനിക്ക് കുറേ തവണ ഷേക്ക് ഹാൻഡ് തന്നോട്ടെ. ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടില്ല. എനിക്കൊരു 10-5 തവണയെങ്കിലും അതെനിക്ക് ഷേക്ക് ഹാൻഡ് കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അടുത്ത് പോയി ഷേക്ക് ഹാൻഡ് വാങ്ങും. പിന്നീട് ഒരു കൊച്ചിനെ അത് ഓടിച്ചിടുകയായിരുന്നു. ആ കൊച്ചു സത്യം പറഞ്ഞ ഒന്ന് കൈ കാണിച്ചതാണ്. അപ്പം അതിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ വേണ്ടി അത് ഓടിച്ചിടുന്ന ഓട്ടമാണ് ആ കാണുന്നത്. എന്നിട്ട് അവസാനം ആ റോബോട്ടിന് ദേഷ്യം വന്നിട്ട് ആ റോബോട്ട് ചാടുക വരെ ചെയ്തായിരുന്നു കേട്ടോ. മാക്സിമം അത് ചാടും ഒക്കെ ചെയ്തായിരുന്നു. ചാടിയത് എനിക്ക് എവിടെയോ ആരോ ചാടിയതൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ അത് എല്ലായിടത്തോട്ടും ചാട്ടാൻ തുടങ്ങി. പിന്നെ ഡിച്ചൂട്ടനൊക്കെ പേടിയായി. അതിങ്ങനെ പുറകെ വന്ന് ഓടിച്ചിടുമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ. എന്നിട്ട് അതെന്തോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കുന്ന പോലെയൊക്കെ കാണിച്ചു. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കൂടുതൽ നേരവും റോബോട്ടിൻ്റെ കൂട്ടത്തിൽ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു റോബോൻ്റെ കൂടെയാണ്. അതാണെങ്കിൽ എല്ലാത്തിനും അങ്ങോട്ട് പോയി ഷേക്കൻ്റൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ UK കൊണ്ടുവന്ന ടെസ്ല കാറൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയനൊരു വണ്ടിപ്രാന്തനായതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയയിൽ നിന്നായിരുന്നു കുറേ നേരത്തേക്കുള്ള കളി. പിന്നെ അതിൻ്റെ ബാക്കിലത്തെ ഡോറ് താഴെ നിന്ന് മേലോട്ട് തുറക്കുന്നതായതുകൊണ്ട് അതായിരുന്നു പിന്നെയുള്ള ആശാൻ്റെ ഡൗട്ട് ഫുള്ള്. ഇങ്ങനെ തുറക്കാൻ പറ്റും, സൺറൂഫ് ഉണ്ടോ, ഇത് 7 seater ആണോ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു പിന്നെ അവനുള്ളത്. പിന്നെ ഉള്ളിലോട്ട് വരെ കയറാൻ നോക്കി. പിന്നെ അച്ഛനും ഞാനും കൂടിയിട്ട് പിടിച്ചു വെച്ചോണ്ടാണ് ഉള്ളിൽ കയറാഞ്ഞത് കേട്ടോ. കാരണം അവന് ഇങ്ങനെ കാർസ് എല്ലാം ഇഷ്ടമാണ്. ഇങ്ങനെയുള്ള കാർസാണ് അവൻ കാണുന്ന കാർട്ടൂൺസ് പോലുള്ള സംഭവങ്ങളിലൊക്കെ കൂടുതൽ. അതുകൊണ്ട് പറയുമായിരുന്നു ഇത് അതിലുള്ള കാറാണ്, ഇത് ഇതിലുള്ള കാറാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വേറെ
റോംസ് ആൻഡ് ട്രാക്സിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് പോവുമായിരുന്നു. അവിടെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കൈകൊണ്ടുള്ള കുറച്ച് ഇത് കണ്ടു. ഞങ്ങളുടെ ടിഷ്യൂ ലാമ്പൊക്കെ പോലെ ഞാൻ ചെറുതായിട്ട് തൊട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ അതേപോലെ എല്ലാ ഫിഗേഴ്സും ഞാൻ കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ സെക്കൻഡ് വൺ മാത്രം കുറച്ച് പണിയായിട്ട് തോന്നി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എല്ലാം കാണിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ലാസ്റ്റ് വൺ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ ലാമ്പ് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഡിച്ചൂട്ടനും അവന് പറ്റുന്ന പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്ത് ഫുള്ള് ലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ പുറത്തോട്ടൊക്കെ. പിന്നെ ഞാനൊന്ന് ഡാൻസ് കളിച്ചു ഗായ്സ്. അതായത് ഞങ്ങൾ പോകുന്ന വഴിക്ക് എൻ്റെ അടുത്ത് ഒരു അങ്കിള് വന്നിട്ട് ചോദിച്ചു, ഡാൻസ് കളിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ അപ്പം തന്നെ പറഞ്ഞു, അല്ല എൻ്റെ അടുത്ത് പാട്ട് പാടണമെന്നാണ് ചോദിച്ചത്. അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞു പാട്ട് പാടില്ല, ഡാൻസ് കളിക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്ത് എന്നെ ആങ്കിള് വിളിച്ചു. ഞാൻ എന്ത് ചെയ്ത് എന്നാൽ ഓക്കെ പറഞ്ഞ് ഞാൻ പോയി. കാരണം ഒരു പാട്ടുണ്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത്, എപ്പോൾ നോക്കിയാലും ആ പാട്ട് വെച്ച് എൻ്റെ അടുത്ത് വരും. അത് എപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും ഇത് വെച്ച് കളിച്ചോ, കാരണം അതെനിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ആങ്കിള് വിളിച്ച സ്ഥിതിക്ക് എന്തായാലും കളിക്കാമെന്ന് വിചാരിച്ച് അച്ഛനൊരു പിച്ചും കൊടുത്തിട്ട് ഞാൻ വേഗം പോയി. ആരും കാണാതെ ഞാനൊരു പിച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ കളിക്കാൻ ഇറങ്ങി. പക്ഷെ കളിക്കാൻ കയറിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഇനി ഒന്നും കൂടി കളിക്കാൻ പറ്റുമെന്നായിരുന്നു. കാരണം എനിക്ക് അത്ര ഇഷ്ടമായി. കാരണം എല്ലാവരും ഉണ്ടായിരുന്നു, ഫുൾ ഓൺ സപ്പോർട്ടായിരുന്നു കേട്ടോ എല്ലാവരുടെയും വാക്ക. പിന്നെ ആ വീഡിയോസ് അച്ഛൻ വീഡിയോസും ഒക്കെ എടുത്തു. ഡിച്ചൂട്ടൻ എല്ലാം അപ്പോഴും പറയുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് 4 പാട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു പാട്ടുണ്ട് എൻ്റെ കയ്യിൽ. അതാണ് ഞാൻ കുറച്ചായിട്ട് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എല്ലാ കോസ്റ്റ്യൂമിനൊക്കെ മാച്ച് ആയി പോകുന്ന ടൈപ്പിലുള്ള ഒരു ഡാൻസാണ് അത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ആ ഡാൻസൊക്കെ കളിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കിയുള്ള കാര്യത്തിലോട്ടൊക്കെ കടക്കുന്നത്. ఏడింటికోసారి పావు తక్కువ 10ంటికోసారి పడుకుంటే ఓసారి మెలుకుంటే ఓసారి ఏమి తోసతో కూసుంటే ఓసారి నువ్వు వచ్చుండే ఫీలింగ్స్ వచ్చి చెప్పేస్తుండే ఫీలింగ్స్ వచ్చుండే ఫీలింగ్స్ వచ్చి చెప్పేస్తుండే ఫీలింగ్స్ ఈ కిసుక్కులు బయటికి వచ్చాయో, దెబ్బలు పడతాయి రాజా, దెబ్బలు పడతాయి రో, దెబ్బలు పడతాయి రో, దెబ్బలు పడతాయి రాజా, దెబ్బలు పడతాయి రో, దెబ్బలు పడతాయి రో. പിന്നെ ഞങ്ങൾ റോംസ് ആൻഡ് ട്രാക്സിൻ്റെ ആ ഒരു ഏരിയയിലോട്ട് പോയപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ക്യൂട്ടായിട്ടുള്ള കാറ്റിനെ കണ്ടു. എനിക്ക് ഇങ്ങനെയുള്ള പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ വളർത്താറൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്കിഷ്ടമാണ്. അവിടെ ഡോഗും ഇങ്ങനെയുള്ള ക്യൂട്ടായിട്ടുള്ള ഡോഗിനെ ഞങ്ങൾക്ക് അധികം കാണാൻ പറ്റില്ല, അത് താഴെ കിടന്നേക്കുമായിരുന്നു. പിന്നെ പൂച്ച ഒരു കൂട് പോലുള്ള ഒരു സംഭവത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നന്നായിട്ട് വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയത്. പിന്നെ അവിടെ വലിയൊരു പാരറ്റ് ഉണ്ടായിരുന്നു, കുഞ്ഞ് പാരറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു പൂച്ചേനെ കണ്ടിട്ട് തന്നെയായിരുന്നു ഞാൻ കുറേ നേരം നിന്നത്. കാരണം എനിക്കതിന് ഞാൻ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞു കാണാം. പിന്നെ ഒരു ഇഗ്വാനയായിരുന്നു കേട്ടോ. ഇഗ്വാനയെ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ ഫിക്സ് ചെയ്തതുപോലെ തോന്നിയത്, കാരണം അത് അവിടെ നിന്ന് അനങ്ങുന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഇഗ്വാനയും അതിന് പറ്റിയൊരു ട്രീ ഒക്കെ അവർ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അതേപോലെ തന്നെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ പിന്നെ അതിൻ്റെ വേറെ സൈഡിലായിട്ട് വേറെയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പാരറ്റും അതേപോലെ. പിന്നെ അതേ കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയ പാരറ്റ്. ഒരു ആൻറ്റി പറയുകയാണ് എന്നെ കൊത്താൻ പാടില്ല എന്നൊക്കെ പറയായിരുന്നു. പിന്നെ ഒരു പാമ്പുണ്ട്, അങ്ങനെ കുറേ ഞാൻ പറഞ്ഞ പോലെ പാമ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം കണ്ടു കേട്ടോ. എനിക്ക് എന്താ പേര് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമായി. പൂച്ചേനെ പോലെ തന്നെ നല്ല ക്യൂട്ടായതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം ഇഷ്ടമാവും. ക്യൂട്ടായിട്ടുള്ളതെല്ലാം ഇഷ്ടമാകുന്നുണ്ട്, എനിക്കതും ഇഷ്ടമായി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഇക്വാന പിന്നെ പോകുമ്പോൾ ഉള്ള ഭംഗി തന്നെയാണ് എടുത്ത് പറയാനുള്ള ഭംഗി എന്ന് പറയുന്നത്. കാരണം ഫുൾ ലൈറ്റ്സും പല കളറിലുള്ള അതേപോലെ ഒരു വൈറ്റ് കളർ ഫാമിനെയും കണ്ടു. അത് ആ ഒരു ഏരിയയിൽ തന്നെ വേറെ തന്നെ ഒരു കൂട് പോലെ ആക്കിയിട്ടായിരുന്നു അതിനെ വെച്ചിട്ടുണ്ടായിരുന്നത്.
അത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു ഏരിയയിൽ. പിന്നെ എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി. ഇനി ഞാൻ എന്തായാലും പറയുന്നില്ല. പിന്നെ ഒരങ്കിൾ അവിടെ പാമ്പിനെയൊക്കെ കഴുത്തിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടുണ്ട്. ഞാൻ വെക്കിൽ പോട്ടെ, എനിക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്നൊരു കാര്യമാണ് ഈ പാമ്പിനെയൊക്കെ കഴിച്ചിട്ടിരുന്നത്. അത് എനിക്കായാലും ശരി, എൻ്റെ അമ്മക്കായാലും ശരി. എൻ്റെ അമ്മക്ക് പിന്നെ പറയണ്ട, എൻ്റെ അച്ഛനും എല്ലാവർക്കും ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. ടീച്ചറിന് എന്നെ പാമ്പ് എന്താ ചെയ്യാന്ന് അറിയാത്തതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ മമ്മി അയ്യോ പേടിയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഡിച്ചോട്ടൻ പറയായിരുന്നു പേടിക്കണ്ട അമ്മ, അതൊന്നും ചെയ്യൂല എന്നാണ് അവൻ്റെ വിചാരം. പക്ഷേ വെക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ വെച്ചാൽ എനിക്ക് ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ വെച്ചില്ല. പിന്നെ ഞാൻ വേറൊരു സാധനത്തിന് ഞാൻ വെച്ചിരുന്നു കേട്ടോ. ഞാനൊരു ബേർഡിനെ മാത്രം ഞാൻ വെച്ചിരുന്നു. അതേപോലെ ഈ ഒരു പാമ്പിനെ കഴുത്തിൽ ആ ഒരു അങ്കിള് ആ ഒരു പാമ്പിനെ കഴുത്തിൽ വെക്കുന്നത് കണ്ടതിന് ശേഷം എൻ്റെ അമ്മ എന്ത് താഴെ പുല്ല് തട്ടിയാൽ പോലും ദൈവമേ പാമ്പാണോ, ദൈവമേ പാമ്പാണോ എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പേടിയില്ലാത്ത ഞങ്ങളെയും കൂടി പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയുടെ പണി പിന്നീട് അത് കണ്ടതിന് ശേഷമുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വലിയ പാരറ്റ്, അതിൻ്റെ സൈഡിൽ 2 കുഞ്ഞ് പാരറ്റുണ്ട്. അതിൻ്റെയും മേലെ വേറൊരു ഇഗ്വാനയും കൂടി ഉണ്ട്. പിന്നെ ഞാനൊരു പാരറ്റിനെ കയ്യിൽ വെച്ചു. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം, കാരണം അത് നല്ല ഷാർപ്പായിട്ടുള്ള നഖമൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആങ്കിള് എന്നെ കൊണ്ടുവന്നപ്പോൾ, എനിക്ക് വെച്ചുതരാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ ആങ്കിള് വിരലിലാണ് വെച്ചത്, പിന്നെ ഞാൻ കയ്യിലാണ് വെച്ചത്. പിന്നെ ഞങ്ങൾ അവിടെ കൂടെയൊക്കെ കുറേ നേരം കറങ്ങി. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.